പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷമുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതിൽ ആദ്യം പങ്കുവെക്കാനുള്ളത് ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളുടെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. ആദ്യമായി കൺഫേം ചെയ്യുന്നത് വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ലിവ് മോർഗൻ റിയ റിപ്ലിക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഫിൻ ബാലർ ഡാമിൻ പ്രീസ്റ്റിനെതിരെ ഒരു സിംഗിൾസ് മത്സരം കളിക്കുന്ന മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് ജഡ്ജ്മെൻറ്റ് ഡേയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഭാഗം ഒരു സെഗ്മെൻറ്റിലൂടെ കാണാൻ സാധിച്ചു. ആദ്യം ഫിൻ ബാലർ വന്നിട്ട് ഡാമിൻ പ്രീസ്റ്റിനെ ഒരു സിംഗിൾസ് മത്സരത്തിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നു. അങ്ങോട്ടേക്ക് ഡാമിൻ പ്രീസ്റ്റ് വരുന്നു, ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഡാമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കാൻ വേണ്ടി ജെഡി മെക്ഡോണയും ഡൊമിനിക് മെസ്റ്റീരിയോ, ലിവ് മോർഗൻ അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് ഡേയിൽ നിന്ന് ഡാമിൻ പ്രീസ്റ്റിനെ സഹായിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി റിയ റിപ്ലി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. പക്ഷേ റിയ റിപ്ലിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇവരെ രണ്ടുപേരെയും ജഡ്ജ്മെൻറ്റ് ടീം ആക്രമിക്കുന്ന ഒരു സമയത്ത് ജെ ഊസോ സ്റ്റീൽ ചെയറുമായി വന്നിട്ട് സഹായിക്കുന്നുണ്ട്. അവിടെ നിന്ന് ജഡ്ജ്മെൻറ്റ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഓടി രക്ഷപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന മറ്റൊരു മത്സരം, ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ വരാൻ സാധ്യത കൂടുതലുള്ള മത്സരം ഒരു ഹെൽ ഇൻ എ സെൽ മത്സരമാണ്. CM Punk വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള ഹെൽ ഇൻ എ സെൽ മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ എല്ലാവരും ഒരു സംശയത്തോടെ നോക്കിയിട്ടുണ്ടാകുക. ഡ്രൂ മാക്കിൻറ്റയർ എന്തുകൊണ്ടാണ് വെയ്ഡ് ബെർട്ടിനോട് ചൂടായത് എന്നുള്ളതാണ്. വെയ്ഡ് ബെർട്ടിൻ്റെ റിങ്ങിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ സൂചനയാണോ എന്നുള്ളത് പലർക്കും സംശയമുണ്ടാകും. എന്നാൽ അത്തരത്തിലൊന്നും വെയ്ഡ് ബെർട്ടിനെ സംബന്ധിച്ച് അവർ പ്ലാൻ ചെയ്യുന്നില്ല. വെയ്ഡ് ബെർട്ട് അദ്ദേഹം റിങ്ങിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച ആ ഒരു സിറ്റുവേഷനിൽ തന്നെ തുടർന്നുകൊണ്ട് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വെയ്ഡ് ബെർട്ടിനോട് ഡ്രൂ മാക്കിൻറ്റയർ ചൂടാക്കാനുള്ള ഒരു കാരണം CM Punkനെ ആക്രമിക്കുന്ന ആ ഒരു സമയത്ത് വെയ്ഡ് ബെർട്ട് എന്തിനാണ് ഡ്രൂവിനെ പിടിച്ചു മാറ്റാൻ നിന്നത്, ഇനിയും ഇങ്ങോട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായി വന്നാൽ നിൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്നുള്ള ഒരു വാർണിംഗ് ആണ് ഡ്രൂ മാക്കിൻറ്റയർ കൊടുക്കുന്നത്. അതിനുശേഷമാണ് ആദം പിയേഴ്സ് വന്നിട്ട് ഈ ഒരു ഹെൽ ഇൻ എ സെൽ മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നതും. അടുത്ത റോ എപ്പിസോഡിലേക്ക് CM Punk തിരികെ വരുന്നു എന്നുള്ളതും ഒരു സെഗ്മെൻറ്റും അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഫിൻ ബാലർ, ജെഡി മെക്ഡോണ തുടങ്ങിയ ജഡ്ജ്മെൻറ്റ് ടീം ന്യൂ ഡേയിലെ കോഫി കിങ്സ്റ്റൺ, സാവിയർ വുഡ്സ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഏക ചാമ്പ്യൻഷിപ്പ് മത്സരമായി ഇത് നടന്നിട്ടുണ്ടായിരുന്നത് വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ജേഡ് കാർഗിലും ബിയാങ്ക ബെലേറും അൺഹോളി യൂണിയനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ജേഡ് കാർഗിലിൻ്റെ ടീം വിജയിച്ച് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഡാമേജ് കൺട്രോളിലെ ഇയോ സ്കൈയും കയറി സെയിനും ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഭാവിയിൽ ചലഞ്ച് ചെയ്യാനുള്ള ഒരു സൂചന ഉണ്ടെന്നുള്ളതും നൽകുന്നതായി കാണാൻ സാധിച്ചു. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് 8 ടാഗ് ടീം സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാണ്. അമേരിക്കൻ മെയ്ഡ് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ക്രീഡ് ബ്രദേഴ്സ്, ജാഡ് ഗേബിൾ, IV നൈൽ തുടങ്ങിയവരെ നേരിട്ടത് വൈറ്റ് സിക്സിൻ്റെ ടീമായിരുന്നു. വൈറ്റ് സിക്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നിക്കി ക്രോസ്, എറിക് റോവൻ, ജോ ഗേസിൻ, ഡെക്സ്റ്റർ ലൂംസ് തുടങ്ങിയവരായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. പരസ്യമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് നമുക്കത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സിസ്റ്റർ എബിഗെയിൽ അടിക്കാൻ വേണ്ടിയിട്ട് അങ്കിൾ ഹൗഡി റിങ്ങിലേക്ക് കയറുന്നുണ്ട്. സിസ്റ്റർ എബിഗെയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡെക്സ്റ്റർ ലൂമിസ് പിൻഫോളിലൂടെ ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ വൈറ്റ് സിക്സിന് വിജയം നേടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ മെയ്ഡ് എന്ന് പറയുന്ന ജാഡ് ഗേബിളിന് എതിരെയുള്ള സ്റ്റോറി വൈറ്റ് സിക്സിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുന്നു. ഇനി വൈറ്റ് സിക്സിൻ്റെ അടുത്ത ഒരു സ്റ്റോറി, പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിൻ്റെ കണക്ഷൻ നമുക്ക് അറിയാൻ സാധിക്കുക മിക്കവാറും ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കാണുന്നതിന് ശേഷമായിരിക്കും. മിക്കവാറും ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിന് എതിരെയായിരിക്കും ഇവരുടെ സ്റ്റോറി പോകാൻ സാധ്യത. കാരണം ഡെമിൻ പ്രീസ്റ്റിനെയും റിയ റിപ്ലിയെയും അവർ പുറത്താക്കിയത് കൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒരു സ്റ്റോറി വരുന്നതിൻ്റെ എല്ലാവിധ സാധ്യതകളുമുണ്ട്. നിലവിൽ ഈ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ 5 പേരാണ് ഉള്ളത്. ഇപ്പോൾ വൈറ്റ് സിക്സിൽ 5 പേരാണ് ഉള്ളത്. അപ്പോൾ ഒരു 10 ടാഗ് ടീം മത്സരമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് വൈറ്റ് സിക്സിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളൊരു റൂമറും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മെയിൻ ഇവൻറ്റിലെ ഫേറ്റൽ 4-way മത്സരത്തെ സംബന്ധിച്ചാണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ഇല്യ ഡ്രാഗനോവ്, ബ്രോൺ സ്ട്രോമൻ, പീറ്റ് ഡൺ, ജെ ഊസോ തുടങ്ങിയവരായിരുന്നു. ബ്രോൺ സ്ട്രോമിനെതിരെയുള്ള സർപ്രൈസ് അറ്റാക്ക് അതുമൂലം ജെ ഊസോ പിൻഫോളിലൂടെ മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിനെതിരെ ജെ ഊസോ മത്സരിക്കുമ്പോൾ ജെ ഊസോയ്ക്ക് വിജയ സാധ്യത ഉണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് ജെ ഊസോ വിജയിച്ച് ചാമ്പ്യൻ ആകും എന്നുള്ളത്. എന്നാൽ ജെ ഊസോയ്ക്ക് വിജയ സാധ്യത വളരെ കുറവാണ്. ബ്രോൺ ബ്രേക്കർ തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത. കാരണം ജെ ഊസോയ്ക്ക് ഭാവിയിലേക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ ഇപ്പോൾ തന്നെ ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് റിയ റിപ്ലിയുമായിട്ടുള്ള ആ ഒരു ആംഗിൾ, അതുപോലെ തന്നെ
ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിലേക്ക് ജെ ഊസോ വരാനുള്ള സാധ്യതകൾ. അപ്പോൾ ഇതെല്ലാം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ജെ ഊസോ ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ നിലവിൽ യാതൊരുവിധ പ്ലാനുമില്ല. അദ്ദേഹം എന്തായാലും ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആകും, പക്ഷേ അത് കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ജെ ഊസോ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള മത്സരം നടക്കും. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ബ്രെറ്റ് ഹാർട്ട് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറും ഗോൾഡ്ബർഗ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡ് ബ്രെറ്റ് ഹാർട്ടിൻ്റെ ഹോം ടൗണിലാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രെറ്റ് ഹാർട്ടിൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. വലിയൊരു പ്രൊമോ സെഗ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അവിടേക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദർ കയറി വന്നുകൊണ്ട് പിന്നീട് ബ്രെറ്റ് ഹാർട്ടിനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രെറ്റ് ഹാർട്ടിനെ തൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഹീറോയിക് ആയിട്ടുള്ള താൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസ്ലറായിട്ടാണ് കാണുന്നത് എന്നും താൻ ആദ്യം ഇഷ്ടപ്പെടുന്ന ഒരു റെസ്ലർ തൻ്റെ നമ്പർ 1 ചോയ്സ് അത് ഗോൾഡ്ബർഗ് ആണ് എന്നുള്ളതും ഗിന്ദർ പറയുന്നുണ്ട്. അത് ബ്രെറ്റ് ഹാർട്ടിനെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗോൾഡ്ബർഗിൻ്റെ പേര് ബ്രെറ്റ് ഹാർട്ടിൻ്റെ മുഖത്ത് നോക്കി പറയണം എന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് ക്രൗഡ് അങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ബ്രെറ്റ് ഹാർട്ടും ഗോൾഡ്ബർഗും തമ്മിലുള്ള ഇഷ്യൂ എന്നുള്ളതിനെ നമ്മൾ ഒന്ന് നോക്കണം. അതിന് നമുക്ക് കുറച്ചു കാലം പിന്നോട്ടേക്ക് പോകണം. 1999 WCW എന്ന് പറയുന്ന കമ്പനി നിലനിൽക്കുന്ന സമയത്ത് സ്റ്റാർക്കേഡ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ വ്യൂ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പേപ്പറിൽ തമ്മിൽ ഈ 2 സൂപ്പർ താരങ്ങൾ ഏറ്റുമുട്ടി. അന്ന് ഗോൾഡ്ബർഗ് ബ്രെറ്റ് ഹാർട്ടിനെതിരെ ഒരു സൂപ്പർ കിക്ക് ചെയ്തു. ആ സൂപ്പർ കിക്ക് ബ്രെറ്റ് ഹാർട്ടിൻ്റെ കരിയർ തന്നെ അവസാനിപ്പിച്ചു. നെക്ക് ഇഞ്ചുറിയാണ് ബ്രെറ്റ് ഹാർട്ടിന് ആ ഒരു സൂപ്പർ കിക്കിന് ശേഷം ഉണ്ടായ ഒരു ഇഞ്ചുറി. അതുമൂലം തന്നെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു എന്നും ആ ഒരു കിക്ക് അവിടെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നും തൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ വേണ്ടി ഗോൾഡ്ബർഗ് അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതും ബ്രെറ്റ് ഹാർട്ട് പിന്നീട് വന്ന ഇൻ്റർവ്യൂകളിൽ നിരന്തരം പറഞ്ഞു. ഗോൾഡ്ബർഗിനെ ഒരു മോശം റെസ്ലറായിട്ടാണ് കാണുന്നത് എന്നും ഗോൾഡ്ബർഗിനെ WWE ഹോൾ ഓഫ് ഫെയിമർ പട്ടം കൊടുത്ത് ആദരിച്ചപ്പോൾ ആ ആദരിക്കപ്പെടേണ്ട ഒരു റെസ്ലറല്ല ഗോൾഡ്ബർഗ് എന്നുള്ളതും പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനം ബ്രെറ്റ് ഹാർട്ട് നടത്തിയിരുന്നു. 1999 നടന്ന ആ ഒരു സംഭവം അത് ഇപ്പോഴും ബ്രെറ്റ് ഹാർട്ട് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇൻ്റർവ്യൂകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ബ്രെറ്റ് ഹാർട്ടിനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ഗിന്ദർ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗിന്ദർ ആ ഇൻസൾട്ട് ചെയ്യുന്ന ബ്രെറ്റ് ഹാർട്ടിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സാമി സെയിൻ കയറി വരികയും ഗിന്ദറിനെതിരെ നിൽക്കുകയും ചെയ്തു. പിന്നീട് സാമിയും ഗിന്ദറും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് നടക്കുകയും സാമി സെയിന് ഉടനെ തന്നെ ഈ ഒരു വേൾഡ് ടൈറ്റിൽ ഷോട്ട് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും അവർ കാണിച്ചു തരുന്നുണ്ട്. ഒരു സമയത്ത് ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്ന ബ്രെറ്റ് ഹാർട്ടും ഗോൾഡ്ബർഗും അവരുടെ ഫ്യൂഡിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വലിയൊരു റിയൽ ഇഷ്യൂയിലേക്ക് നടക്കുന്ന ഒരു സംഭവ വികാസം ഉണ്ടായത്. ബ്രെറ്റ് ഹാർട്ടും ഗോൾഡ്ബർഗും തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.